തികഞ്ഞ അയ്യപ്പ ഭക്തൻ കൂടിയായ ജയറാമായിരുന്നു പമ്പാ സംഗമത്തിലെ മുഖ്യാതിഥി. ഇത്തവണ പമ്പാ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു മുഖ്യാതിഥിയായി. എന്തു തോന്നുന്നു? അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന മുഹൂർത്തങ്ങളിലൊന്നാണിത്. കാരണം 50 വർഷം മുമ്പാണ് ഈ പമ്പയിൽ ആദ്യമായിട്ട് എൻ്റെ അച്ഛൻ്റെ കൈകളിൽ തൂങ്ങി ഞാൻ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് വരുന്നത്. 50 വർഷങ്ങൾ പിന്നിട്ട് ഇതേപോലൊരു വേദി ഉണ്ടാവുകയും അതിലൊരു മുഖ്യാതിഥിയായിട്ട് ഇരിക്കാൻ കഴിയുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 75ാം വയസ്സ് ആഘോഷിക്കുന്ന സമയത്ത് എനിക്കിവിടെ ഇരിക്കാൻ പറ്റും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. ശബരിമലയിൽ ഒരുപാട് നമ്മളുടേതായിട്ടുള്ള മാനുഷികമായിട്ടുള്ള ശക്തികൾ, അതായത് പോലീസിൻ്റെ ഭാഗത്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തായാലും അങ്ങനെ എല്ലാം ഒരുപാട് വകുപ്പുകളെല്ലാം ഉണ്ടെങ്കിലും അദൃശ്യമായിട്ടൊരു കൈകൾ ഇതിൻ്റെ പുറകിലുണ്ട്. അതാണ് ഇവിടുത്തെ എല്ലാ ശക്തിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അറിയാം അയ്യപ്പൻ്റെ ആ ശക്തി. അതായിരിക്കാം ഒരുപക്ഷെ എന്നെ ഈ വേദിയിൽ എത്തിച്ചത്. എല്ലാ വർഷവും മകരവിളക്കിൻ്റെ ഒരു നിത്യ സാന്നിധ്യമാണ്. ഇത്തവണ മകരവിളക്കിനുണ്ടോ? അല്ല, ഞാൻ ഇപ്പോൾ മകരവിളക്കിന് അന്ന് എന്തായാലും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞല്ലോ. ഈ തിരക്കുകളൊന്ന് കുറഞ്ഞ ശേഷം അയ്യപ്പനെ ദർശിക്കാതെ വിചാരിച്ചു. പരാതിയും പരിഭവവും ഇല്ലാത്തൊരു തീർത്ഥാടന കാലം കടന്നു പോവുകയാണ്. എന്തു തോന്നുന്നു ഇവിടെ വന്നിട്ട്? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. ഒരു പരാതികളോ ഒന്നുമില്ലാതെ ഇത്ര ഭംഗിയായിട്ടൊരു തീർത്ഥാടന കാലം. മാത്രമല്ല ശബരിമലയ്ക്ക് വേണ്ടി എത്രയോ കാര്യങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നിവിടെ പ്രഖ്യാപിച്ചത്. അതാണ് അതിനെ അദ്ദേഹത്തെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങളാണ് പുറമേ ചിലപ്പോൾ ഒരു ഭക്തൻ അറിയാത്ത കാര്യങ്ങളാണ്. അദൃശ്യമായിട്ട് എത്രയോ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോർഡിനും സർക്കാരിനും എത്ര മാർക്ക് കൊടുക്കാൻ കഴിയും? അയ്യോ, അങ്ങനെ നമ്മൾ പറയരുത്. നമ്മളൊന്നും അളക്കാൻ ആരുമല്ല. ഒരുപാട് സന്തോഷം. സ്വാമി തികഞ്ഞ സംതൃപ്തി. അയ്യോ 100%. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എന്താ കൊടുക്കേണ്ടത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും എല്ലാം ഇവർക്കല്ലേ. അതെ. ജയറാമിനെ ഈ പരിപാടിയിലേക്ക് കിട്ടിയതിൽ എന്ത് തോന്നുന്നു? അയ്യോ, ഞങ്ങളുടെ ഈ സത്യത്തിൽ ഈ പമ്പാ സംഗമം ഞങ്ങൾ ആരംഭിച്ചത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡേറ്റ് കിട്ടിയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് പോയതല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിന് ഡേറ്റ് കിട്ടി, അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. എന്തായാലും അടുത്ത വർഷം കുറച്ചുകൂടി ഗംഭീരമായി നമ്മൾ സംഘടിപ്പിക്കും. മകരവിളക്ക് തീർത്ഥാടന കാലത്ത് നിറസാന്നിധ്യമാണ്. ഇത്തവണ മകരവിളക്ക് എല്ലാം അതെ, ഇതിനു വേണ്ടി വന്നതുകൊണ്ട് ഇനിയിപ്പോൾ അത് വരില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സന്തോഷം. തികഞ്ഞ സന്തോഷത്തോടെയാണ് മടങ്ങുന്നത്. സന്തോഷം. വളരെ സംതൃപ്തിയോടുകൂടി പമ്പയിൽ നിന്നും മടങ്ങുന്നു എന്നാണ് ജയറാം വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറമാൻ സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, പമ്പ.